ഹമാസ് നേതാവ് ഇസ്രായേൽ ഹനിയയുടെ കൊലപാതകം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. വലിയൊരു ബോംബിന് പുറത്ത് നിൽക്കുകയാണ് പശ്ചിമേഷ്യ. എപ്പോഴും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥ. ഹനിയയുടെ മരണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ നിശബ്ദമാണ്. എന്നാൽ ലെബനൻ സായുധ സേന ഹിസ്ബുള്ളകൾ ശക്തമായ ആക്രമണമാണ് തുടർച്ചയായി ഇസ്രായേലിന് നേർക്ക് നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച രാത്രി ഹിസ്ബുള്ളകൾ വടക്കൻ ഇസ്രായേലിലേക്കാണ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടത്. ഇറാനും മറ്റ് രാജ്യങ്ങളും ആക്രമണ ഭീഷണി ഉയർത്തിയതോടെ ഇസ്രായേലും അതീവ ജാഗ്രതയിലാണ്. നേരിട്ട് ആക്രമിക്കാൻ ഇറാന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ്റെ പിന്തുണയുള്ള ലെബനൻ സായുധ സേനയെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നതെന്നും വിലയിരുത്തലുണ്ട്. ഇസ്രായേൽ ഗസ ആക്രമണം തുടങ്ങിയത് മുതൽ നിരവധി തവണ ഹിസ്ബുള്ളകൾ ഇസ്രായേലിനെ ആക്രമിച്ചു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നടത്തുന്നത്. അതിന് തിരിച്ചടിയായാണ് ഹിസ്ബുള്ളകൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 കുട്ടികൾ ഉൾപ്പെടെ 12 പേർക്കാണ് പരിക്കേറ്റത്. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളകൾ 30ഓളം റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. ഇസ്രായേൽ പ്രതിരോധ സേനയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ആളപായമില്ലെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി. അതിൻ്റെ കനത്ത ജാഗ്രതയിലാണ് ഇസ്രായേൽ. ഇറാൻ ഏത് നിമിഷവും ആക്രമിച്ചേക്കുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അതിൻ്റെ ഭാഗമായി ഞായറാഴ്ച പൗരന്മാർക്ക് സേന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങൾ തുടരണമെന്നാണ് സേന പറയുന്നത്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വീക്ഷിക്കുകയാണെന്ന് പ്രതിരോധ സേന പറഞ്ഞു. പ്രത്യേകിച്ച് ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും നീക്കങ്ങൾ പ്രതിരോധ സേനയെ രാജ്യത്ത് വിന്യസിച്ചിട്ടുണ്ടെന്നും സേന നിതാന്ത ജാഗ്രതയിലാണെന്നും പ്രതിരോധ സേന വക്താവ് അറിയിച്ചു. ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സേന പൗരന്മാരെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഇസ്രായേൽ ഹമാസ് സംഘർഷം ലഘൂകരിക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. ഹനിയയെ കൊലപ്പെടുത്തിയ ശേഷം വെടിനിർത്തൽ ചർച്ചകൾ തകിടം മറിഞ്ഞിരുന്നു. ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ. അതിനിടെ ഇറാൻ്റെ ആക്രമണം ഉടനുണ്ടാകുമെന്ന് CNN-ൻ്റെ ഫോറിൻ പോളിസി അനലിസ്റ്റ് ബരാഖ് റാവിഡ് പറഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ ആക്രമണം ഉണ്ടാകുമെന്നും ഏപ്രിൽ 15-ന് നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് മുമ്പ് തന്നെ ആക്രമണം ഉണ്ടായേക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ സിറിയയിലെ US സൈനിക താവളം ആക്രമിക്കപ്പെട്ടു. സിറിയയിലെ അൽ ഹസാഖ് പ്രവിശ്യയിലെ വടക്ക് കിഴക്കൻ മേഖലയായ ഹറാബ് അൽജിർ വ്യോമത്താവളത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 1-ൽ കൂടുതൽ സ്ഫോടനങ്ങൾ നടന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ചയാണ് സ്ഫോടനം ഉണ്ടായത്. സിറിയയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട്. ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റതായും അധികൃതരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം പക്ഷേ ആരും ഏറ്റെടുത്തിട്ടില്ല. അതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ച പടിഞ്ഞാറൻ ഇറാഖിലെ ഐൻ അൽ ആസാദ് വ്യോമത്താവളത്തിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി US സൈനികർക്ക് പരിക്കേറ്റിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണത്തിന് പിന്നാലെ സിറിയയിലെ അമേരിക്കൻ സൈനികർ അതീവ ജാഗ്രതയിലാണ്. 2023 ഒക്ടോബർ 19-ന് ശേഷം ഇറാൻ്റെ പിന്തുണയുള്ള തീവ്രവാദികൾ സിറിയയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ 135 ആക്രമണങ്ങളാണ് നടത്തിയത്.